ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 6 ലോസ് ഓഫ് മെച്യൂരിറ്റി, പക്വതയുടെ 6 നിയമങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. താഴെ ഒരു സാധനത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടീഷർട്ടിൻ്റെ ലിങ്കാണ്. എനിക്ക് ടീഷർട്ട് ഭയങ്കര ഇഷ്ടമായി. ജീൻസിൻ്റെ കോട്ടൻ്റെ ഒക്കെ ടീഷർട്ടിൽ അത് നോക്കി വെക്കാം. ഇത് ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യുക. നമുക്ക് കുറച്ച് കമ്മീഷനൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. 6 ലോസ് ഓഫ് മെച്യൂരിറ്റി, പക്വതയുടെ 6 നിയമങ്ങൾ. ഈ 6 മാനദണ്ഡങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെയുള്ളവരാണോ, നമുക്ക് പക്വത ഉണ്ട് എന്നുള്ള രീതിയിൽ കൊടുത്തുള്ളൊരു സംഭവമാണിത്. എനിക്ക് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോക്കിയപ്പോൾ എനിക്കിത് പക്വത ഇല്ല, മൂപ്പെത്തിയിട്ടില്ല, ഞാൻ ഒരു പൊട്ടനാണെന്നാണ് എനിക്കിത് മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാമല്ലോ. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ വരുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നെങ്കിൽ പറയാട്ടെ. നിങ്ങൾക്ക് മൂപ്പെത്തിയവരാണോ, പക്വത ഉള്ളവരാണോ അല്ലാത്തവരാണോ എന്നൊക്കെ. രസം അത്രയേ ഉള്ളൂ. ഒന്നാമത്തത്, കൺട്രോൾ യുവർ സെൽഫ് നോട്ട് അതേഴ്സ്. അതായത് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവരെല്ലാം. നമ്മൾ പലപ്പോഴും ഇല്ല, നമുക്കിങ്ങനെ പിടിവാശിക്കണം. വേറൊരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് മോശമാണ്, അങ്ങനെ ആവില്ല, കൊണ്ട് അയാളെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ടായിരിക്കില്ലേ. നീ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഇത് ശരിയാക്കണം എന്നുള്ളതിന് കൂടുതൽ ഫോക്കസ് ചെയ്യണം. നമുക്ക് നാട്ടുകാരെ നന്നാക്കാനാവും പലപ്പോഴും നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മളെ നന്നാക്കാനാവില്ല. പക്ഷേ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ചില സമയത്തെങ്കിലും നമുക്ക് മനസ്സിലാവേണ്ട സാധനം വെച്ചാൽ, അങ്ങനെ എല്ലാവരും നമുക്ക് കൺട്രോൾ ചെയ്യാൻ അതായത് അവരിങ്ങനെ ചെയ്യണം, നമ്മൾ വിചാരിച്ച പോലെ ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ കൺട്രോളില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യണോ, നമ്മൾ പ്രതികരിക്കുന്ന രീതി മാറ്റാനോ ഒക്കെ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, അപ്രീഷിയേറ്റ് എവറിത്തിങ്. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നടന്നാൽ മതി വിചാരിക്കുക. നമ്മുടെ ആഗ്രഹം എന്താ വെച്ചാൽ ജീവിതത്തിലൊക്കെ അടിപൊളിയായിട്ട് നല്ല കാര്യങ്ങൾ നടന്നാൽ മതി, അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കണം എന്നൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമല്ല, പല ദുരന്തങ്ങൾ, പല പറ്റിക്കൽ കേസുകൾ, ഉടായ്പകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടായിരിക്കും. പലരും നമ്മളെ പറ്റിച്ചു പോകും. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ മരണപ്പെടും. ആൾക്കാർ നമുക്ക് എട്ടിൻ്റെ പണി തരും. നമ്മൾ വിശ്വസിച്ച ആളുകളൊക്കെ നമുക്ക് പണി തരുന്നുണ്ടായിരിക്കും. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടാവും. കാശില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. ഒരുപാട് ദുരിതങ്ങൾ, അസുഖങ്ങൾ, ഇതൊക്കെ വരാം. അപ്പോൾ പക്വത എന്ന് പറഞ്ഞതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം. ഈ സാധനത്തിനെ മൊത്തം ആക്സെപ്റ്റ് ചെയ്യുക. ജീവിതം എന്ന് പറയുന്നത് നല്ലതിൻ്റെയും ചീത്തയുടെയും എന്നല്ല, അങ്ങനെയുള്ള കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ആകെ തുകയാണല്ലോ. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. വേറെ സാധനം, ഡു യുവർ ബെസ്റ്റ് ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക, ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ കാര്യം മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് ആ പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കും. പക്ഷെ മുമ്പൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്തിരുന്ന ഒരു അവസ്ഥ ശ്രദ്ധിക്കണ്ട. അങ്ങനെ ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് പൊതുവേ റിസൾട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക. അതിനിപ്പോൾ നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പാടൊന്നും അനുഭവിക്കേണ്ടാവില്ല, പക്ഷേ റിസൾട്ട് അടിപൊളിയാവണം എന്ന് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് പക്വതയുള്ള സമയത്ത് പക്വതയുള്ളവരാണെന്ന് തെളിയിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാവുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് ആ പ്രോസസ്സിൽ വിശ്വസിക്കും. ഇപ്പോൾ നമുക്കൊരു വെയിറ്റ് കുറയ്ക്കണം വിചാരിക്കാം, ഒരു 15 കിലോ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സാമിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കണമെന്നാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യാം, ഡയറ്റ് ചെയ്യുക, പിന്നെന്താ പറയുക, ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഡെയിലി 20 മിനിറ്റ് ഓടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്യാം. പുറത്ത് ബിരിയാണി സാധനങ്ങളൊക്കെ പലപ്പോൾ ഒഴിവാക്കേണ്ടി വരും, ഡാൽഡ സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും, അല്ലേ, ബീഫ് ഇതൊക്കെ ചിലപ്പോൾ ചിക്കൻ ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും, കൊഴുപ്പുള്ള സാധനങ്ങൾ, ഫാറ്റൊക്കെ ഒഴിവാക്കേണ്ടി വരും. അതേപോലെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് നല്ല ക്രാക്ക് ചെയ്യുക, അങ്ങനെ ഒരു സാധനം. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി അടിപൊളിയായിട്ട് ചെയ്യുക. എന്നിട്ട് ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല റിസൾട്ട് വരും. നമ്മൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ളവരായി തീരും എന്നാണ് പറയുന്നത്. അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ളവരാണോ നിങ്ങൾ ലേൺ ടു റിയാക്ട് ലെസ്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാറ്റിനോട് കയറിയാണ്ട് പ്രതികരിക്കൂലെന്ന്. ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ എന്ത് കണ്ടാലും കയറിയിട്ടാണ്ട് പ്രതികരിക്കൂലേ, ഇത് ശരിയല്ല, അല്ലെങ്കിൽ മറ്റോൾ ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സാധനം. നമുക്ക് മെച്യൂരിറ്റിയുള്ള സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ചില സമയത്ത് മനസ്സിലാവും. ചില കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കണതല്ല, നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ട് ചെയ്യാണ്ട് ഒരു കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് നന്നാവില്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചാടി കയറിയാണ്ട് റെസ്പോണ്ട് ചെയ്യൂല. നമ്മൾ ചിലതിന് നമ്മൾ പ്രതികരിക്കില്ല. അതങ്ങനെയാണല്ലേ, അങ്ങനെ വിടും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ചില ആളുകൾ ശ്രദ്ധിച്ചില്ലേ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. വെറുതെ ഇരിക്കുമ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അവർക്കെന്താ വെച്ചാൽ നമ്മളതിനൊക്കെ പ്രതികരിക്കുന്ന നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ട് നമ്മളും അങ്ങനെ പോയിരിക്കും. വെറുതെ നെഗറ്റീവായിട്ട് ഇരിക്കണം കുറേ ആളുകളുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ
അവർക്കൊരു പണി ഇല്ലാണ്ട് ഇരിക്കണ ടീംസാണ്. അവർക്ക് നന്നാവാനും ആഗ്രഹമില്ല, നമ്മളെ നന്നാവാനും സമ്മതിക്കൂല. ഞങ്ങൾ ടീംസില്ല. അപ്പോൾ നമ്മളിതിനൊക്കെ പ്രതികരിക്കുന്നത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുക എന്നല്ലാണ്ട് ഒരു ഗുണമില്ല. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഇത് ഞാൻ ചെയ്യണ്ട കേട്ടോ, അപ്പോൾ എല്ലാത്തിനും കയറി പ്രതികരിക്കൂല. കാര്യമില്ല, അങ്ങനെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ എനിക്ക് കുറച്ച് പക്വത ഉണ്ടെന്ന് തോന്നിയിട്ടാണ്. സ്റ്റോപ്പ് ടെല്ലിങ് പീപ്പിൾ എവ്രിതിങ്. അതായത് ആളുകളോട് എല്ലാം നമ്മൾ പറയില്ല എന്ന്, അത് സ്റ്റോപ്പ് ചെയ്യും. ഇത് എനിക്ക് പ്രശ്നം കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആളുകളോട് പൊതുവേ അതായത് നമ്മൾ പറയേണ്ടതിനൊരു ബൗണ്ടറി ഒന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് എന്താ ഒരു ആർട്ടിസ്റ്റിക്കായ മൈൻഡ് സെറ്റ് തോന്നും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് ഒന്നും പറയില്ല, എന്നിട്ട് അത് മൊത്തം എഴുത്തിലൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും, ആർട്ടിലൂടെയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പക്വതയുള്ള ആളുകൾ എല്ലാവരോടും എല്ലാം ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം എന്നറിയോ, ആളുകൾ നമുക്ക് ഒരു വിലയും തരില്ല എന്ന് മാത്രമല്ല, ആളുകൾ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അവരവരുടേതായ രീതിയിലായിരിക്കും കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. അവർ 8ൻ്റെ പണി നമുക്ക് തിരിഞ്ഞ് ചെയ്യും. കാരണം നമ്മളിങ്ങനെ ഒരു ക്ലിയറായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിലാവും, ആളുകൾ നമ്മളെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കും. ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിന് കുറേ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ എന്താ കാര്യം നോക്കുമ്പോൾ അതെല്ലാം തുറന്നു പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നമ്മളൊന്ന് കാര്യം വെച്ചേക്കാം, ഈ തുറന്നു പറയാത്ത ആളുകളാണെങ്കിൽ അവരെങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റുക? അപ്പോൾ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ടാകുന്നത് ഞാൻ തുറന്നു പറയുന്നതിലൂടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേക സ്റ്റേജിൽ മനസ്സിലാവും അവർ നമ്മളെ പറ്റിക്കുന്നുണ്ട്. എന്താട്ടെ. അപ്പോൾ എന്തായാലും അതിലൊന്നും എനിക്ക് ബോധമില്ല, തീരെ മെച്യൂരിറ്റിയില്ല. അടുത്ത ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി എന്ന് വെച്ചാൽ വളരെ ബുദ്ധി ഉപയോഗിച്ച് വിവേകത്തോടു കൂടി സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യാം. എനിക്കിതിൽ പ്രശ്നമുണ്ട്. ഞാൻ പൊതുവെ ഒരാളോട് അങ്ങോട്ട് ചാടിക്കറിയിട്ട് കമ്പനി ആവുന്ന ഒരാളല്ല. എന്നോട് ഇങ്ങോട്ട് കമ്പനി ആകുമ്പോൾ ആ രീതിയിൽ നിന്നും നമുക്കൊരു വൈബ് അടിക്കും. ഇയാൾ എന്നുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യനാണോ, എന്താ അതിൻ്റെ ഒരു അവസ്ഥ, ഇയാൾ നമുക്ക് പണി തരുമോ എന്നുള്ളൊക്കെ ഒരു സാധനം. അപ്പം അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും ആളെ വിശ്വസിക്കും. നമുക്ക് 8ൻ്റെ പണി തരുന്ന ഒരാളാണെന്നോ കള്ളരാണെന്നോ കള്ളത്തിയാണെന്ന് നമുക്ക് തോന്നിയാലും എന്നാലും കയറിയാൽ വിശ്വസിക്കും. ഒരു നല്ല പണി തരും. അവർ ആത്മാർത്ഥമില്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളെ വിവേകത്തോടു കൂടി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ നല്ല വിവേകമുള്ള മെച്യൂരിറ്റി ഉള്ള ആളുകളാണോ അല്ലേ? എന്നെ സംബന്ധിച്ചോളം ഞാനല്ല. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ താഴത്തെ ടീഷർട്ട് മറക്കണ്ട കേട്ടോ, ഒന്ന് നോക്കി വെക്കുക. ചുമ്മാ ഒന്ന് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, എന്താ അവസ്ഥ നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാങ്ങാം. ഓക്കെ, താങ്ക് യു.